സാധാരണ ജനത്തിന് മാത്രമാണ് ഇതിന്റെ കുഴപ്പം സംഭവിക്കുന്നത്. അല്ലാണ്ട് ബസ്സിലും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ വണ്ടികളിലും പോകുന്നവർക്ക് ഇതിന്റെ ഇതൊന്നും അറിയില്ല. അവര് നിയമം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കും. ട്രാൻസ്പോർട്ട് ഇതിലെ പോട്ടെ, മറ്റോടത്തോളം പോട്ടെ. ഈ ജഡ്ജിക്കോ പോലീസ് ഓഫീസറോ ഇത് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ട കാര്യം വരുന്നില്ല. ഓരോ പുസ്തകങ്ങൾ ഉണ്ടാക്കി വിടും, വിദ്യാഭ്യാസം ഉണ്ടാക്കി വിടും. ഇവരാരും ഇത് ബേസിക് ലെവലിൽ നിന്ന് ആലോചിക്കുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു ആശയവിനിമയം നടത്തുക ഒന്നും ചെയ്യണില്ല. അവർക്ക് തോന്നിയത് എന്താണോ അത് ചെയ്യും. അതിന് അലോട്ട് ചെയ്യുന്ന ഫണ്ട് ഏത് വിധത്തിലായാലും ഉപയോഗിച്ച് തീർത്തു എന്ന് കണക്കുണ്ടാക്കി മാർച്ച് 31-ാം തീയതി തൊട്ട് 12 മണിക്ക് മുമ്പ് കൊടുക്കണം. അതല്ലെങ്കിൽ ഏപ്രിൽ 1, 2, 3 ഏതാ അങ്ങനെ ദിവസം വെച്ച് അതങ്ങ് അവസാനിപ്പിക്കുക. എവിടെങ്കിലും ഒരു കോമൺ പീപ്പിളിന് പറ്റി, ഒരു ജനാധിപത്യ രാജ്യത്തിലെ വോട്ടർക്ക് എന്തെങ്കിലും അതുകൊണ്ടൊരു ഗുണം ഉണ്ടായിട്ടുണ്ടോ? ഈ ട്രാഫിക് കൺട്രോളൊക്കെ വരുത്തി ഗുണം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ പുഴക്കപ്പാടം വഴി ഒരു ബസ്സിൽ നമ്മൾ യാത്ര ചെയ്ത് നോക്കണം. ഒരു സൂപ്പർ ഫാസ്റ്റ് എന്തൊക്കെ സാധനങ്ങൾ ഒരു 25-30 മിനിറ്റ് എടുക്കും. ഒരു കളക്ടർ, ഡിസ്ട്രിക്റ്റിന്റെ കളക്ടർക്ക് അവിടെ വേണമെങ്കിൽ നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു റിക്വസ്റ്റ് വെക്കാം. നിങ്ങൾ ഒരു പേഴ്സണൽ വാഹനങ്ങൾ ഉപയോഗിക്കാതെ പബ്ലിക് കൺവെയൻസിൽ യാത്ര ചെയ്യാമെന്ന്. ഞാൻ ഒരു ദിവസം എന്റെ വീട് പറപ്പൂരാണ്. ഞാൻ അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോ ഈ പുഴക്കപ്പാടം എന്ന് പറയുന്ന ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ കവർ ചെയ്തിരുന്ന സ്ഥലം ഇന്ന് 20, 25, 30 മിനിറ്റ് കൊണ്ടാണ് കവർ ചെയ്യണത്. ഒരു 2000 ടൂ വീലർ എണ്ണി ഞാൻ, അതിൽ കൂടുതലേ ഉണ്ടാവുള്ളൂ. ഒരു 500 കാറെങ്കിലും ഉണ്ട്. ഏത് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യണോടത്ത് പ്രൈവറ്റ് വാഹനങ്ങൾ. അതിന്റെ ഇടയിൽ ശോഭാ സിറ്റിയുടെ മുന്നിൽ 2-3 പോലീസുകാരും. ഇവരെ തടഞ്ഞു നിർത്തി കാശ് വഴി 26-ാം തീയതി ആയിരുന്നു അപ്പൊ അവസാനം. എന്റെ ജീവിതത്തിൽ എനിക്ക് പണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നിയിരുന്ന ഒരു കാര്യമാണ്. കോട്ട കഴിക്കാൻ വേണ്ടി കേസ് ഉണ്ടാക്കുകയെന്ന്. എനിക്ക് ജഡ്ജി സാറിനോട് പറയാനുള്ളത്, കേസ് ഇല്ലാണ്ടിരിക്കാനല്ലേ നമ്മള് ഒരു നിയമം ഉണ്ടാക്കേണ്ടത്, അല്ലാണ്ട് കോട്ട കഴിക്കാൻ കേസ് ഉണ്ടാക്കാൻ പാടുണ്ടോ? ആദ്യമൊക്കെ ഞാൻ പറയാം അങ്ങനെ ഉണ്ടാവില്ല, അങ്ങനെ ഒരു നിയമം നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞാൻ പഠിച്ച വിദ്യാഭ്യാസം വെച്ച് എനിക്കിത് ചിന്തയുടെ അങ്ങേവസ്ഥ പോലും വരാത്തൊരു കാര്യമായിരുന്നു. എനിക്ക് സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് മാസം തികയുമ്പോഴേക്കും 100-200 കേസ് പിടിച്ചു കൊടുക്കണം എന്ന്. ഇത് എവിടത്തെ നിയമം? നമ്മളൊരു